നമ്മുടെ ഈ അരവിന്ദ് കേജ്രിവാൾ മാസങ്ങളായിട്ട് ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ മദ്യനയ അഴിമതി കേസിൽ ഇന്ന് സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഈ കേജ്രിവാൾ ഇപ്പോഴെങ്കിലും പുറത്തു വരാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. അതെ, അതിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ജാമ്യാപേക്ഷ വരുന്ന 23-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താണ് കോടതി തീരുമാനിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ ജാമ്യം തള്ളി എന്താ പറയുന്നത്? ജാമ്യം തള്ളാനുള്ള കാരണം അതിൽ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞിട്ടില്ല. CBIയുടെ പക്ഷം കൂടെ കൂടുതൽ കേൾക്കണം. കൂടുതൽ CBI ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ CBIയുടെ അഭിപ്രായങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ സമയം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 23-ാം തീയതി വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് സുപ്രീം കോടതി എടുക്കുന്നത് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് ഹൈക്കോടതി തള്ളിയ കേസാണ്. ഹൈക്കോടതിയിൽ ഇത് മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ കേജ്രിവാൾ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അഭിഷേക് സിംഗ്വിയാണ് ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനാണ്. കോൺഗ്രസിൻ്റെ നേതാവും വളരെ പ്രമുഖനായ സീനിയറായ അഭിഭാഷകനാണ് അഭിഷേക് സിംഗ്വി. അപ്പോൾ അദ്ദേഹമാണിത് കേജ്രിവാളിന് വേണ്ടിയിട്ട് ഇടപെട്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു വിചിത്രമായ കേസാണ്. ഒരു വർഷവും 10 മാസവും കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവം കേസ് രജിസ്റ്റർ ചെയ്തിട്ട് CBI. എന്നിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ദുരുദ്ദേശമുണ്ട് എന്നാണ് അദ്ദേഹം അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതി അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം CBIക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും അവർക്ക് സമയാനുവദിക്കണം എന്നുള്ളതുകൊണ്ടും മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ കേജ്രിവാളിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ ഈ അറസ്റ്റും ഈ ഇടയ്ക്കുള്ള ജാമ്യാപേക്ഷയും ഒക്കെ വല്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ബാധിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ കേജ്രിവാളിനെ കുറിച്ച് പൊതുവിൽ അറിഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ പൊതുവിൽ ഒരു വിശേഷണം അവർ നടത്തിയിരിക്കുന്നതും അഴിമതി വിരുദ്ധനായ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്താണ് അദ്ദേഹം ഈ പൊതുരംഗത്തേക്ക് വരുന്നത്. അറിയാലോ നമുക്ക് ആ സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയും അണ്ണാ ഹസാരിയുടെ കൂടെ നടക്കുകയും അങ്ങനെ സമരം കഴിയുകയും അങ്ങനെ കുറേശ്ശെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് കേജ്രിവാൾ വരുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നും ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകില്ല എന്നും രാജ്യത്തെ അഴിമതി വിരുദ്ധ പ്രവർത്തനമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും എനിക്കല്ലാതെ അധികാരമോഹമില്ല എന്നൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞ ആളാണ് കേജ്രിവാൾ. പക്ഷെ അതെല്ലാം അദ്ദേഹം മറന്നു. അപ്പോൾ ഈ കേജ്രിവാളിനെ നമ്മൾ പൊതുവിൽ വിലയിരുത്തുമ്പോൾ ആദ്യമൊക്കെ പക്ഷേ ഡൽഹിയിലെ അധികാരത്തിൽ വന്നൊരു നല്ല മുഖ്യമന്ത്രി കുറച്ച് ജനകീയ പരിഷ്കാരങ്ങളെ കൊണ്ടുവരുന്നു എന്നൊക്കെ കണ്ടപ്പോൾ ഒരു 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 മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാർ ഈ സമരത്തിന് നിന്ന ആൾക്കാർ പോലും പിന്നീട് ഇദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ് കണ്ടത്. കാരണം ഇദ്ദേഹം ക്ലിയർ ഒരു പൊളിറ്റീഷ്യനായിട്ട് ഒരു പക്ക പൊളിറ്റീഷ്യനായിട്ട്, അതായത് ഒരു കറ തീർന്ന പൊളിറ്റീഷ്യനായിട്ടല്ല, ഒരു കറ ചേർന്ന പൊളിറ്റീഷ്യനായിട്ട് മാറുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് കൂടെ ഉണ്ടായിരുന്ന പലരും ഇതിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും EDയുടെ കേസ് നിലനിൽക്കുമ്പോൾ ആ റിമാൻഡിലിരിക്കുമ്പോഴാണ് CBI ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കുന്നതും കേസിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊന്നാണ് ജൂൺ 26-നോ മറ്റാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്, CBI അറസ്റ്റ് ചെയ്യുന്നത്. ജൂലൈ 12-ന് ഈ കേസിൽ EDയുടെ കേസിൽ ജാമ്യം അനുവദിച്ചതാണ് സുപ്രീം കോടതി. പക്ഷേ അദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റിയില്ല. ഈ കേസ് CBI അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് തിരിച്ചു വരാൻ പറ്റാതെ. അതിലാണ് ഇപ്പോൾ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതാണ് കേജ്രിവാളിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ നമ്മളിത് മുമ്പിൽ കാണുമ്പോൾ, നേരത്തെ കാണുമ്പോൾ, അതായത് ഈ ആദ്യം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ജാമ്യം കൊടുത്തല്ലോ, സുപ്രീം കോടതി ഒരു ജാമ്യം കൊടുത്തല്ലോ. പക്ഷെ ആ ജാമ്യം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഒരു അപൂർവമായ ജാമ്യവിധിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം അദ്ദേഹം ജാമ്യം ചോദിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കേജ്രിവാളിൻ്റെ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ജാമ്യം ചോദിച്ചല്ല അദ്ദേഹം കോടതിയെ സമീപിച്ചത്. അദ്ദേഹത്തിനെതിരെ ED എടുത്തിരിക്കുന്ന കേസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. പക്ഷേ ജാമ്യം ചോദിക്കാതെ തന്നെ സുപ്രീം കോടതി ജാമ്യം കൊടുത്ത ഒരു അപൂർവമായ ഒരു വിധിയാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 21 ദിവസം
തിരഞ്ഞെടുപ്പിന് മുമ്പ് ജൂൺ 2-ന് തിരിച്ച് വന്നുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാമ്യം കൊടുത്തത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്നെ അഭിഭാഷകരും കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ED അനാവശ്യമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഈ മദ്യനയ കേസിൽ നമുക്ക് ഈ കെജ്രിവാളിന് യാതൊരു പങ്കുമില്ല, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാദിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ കേസ് ദുരിതഷ്ടമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് റദ്ദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും വാദിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ജാമ്യം ചോദിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ കേജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ അദ്ദേഹം ഇങ്ങനെ ജയിലിൽ കിടക്കുകയാണ്, ജയിലിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെ പാർട്ടി നേതൃത്വത്തിലേക്ക് വേറൊരാളിപ്പം ഇടയ്ക്ക് ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കടന്നു വന്നെങ്കിലും അത്ര അങ്ങോട്ട് പച്ച പിടിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായി പോകുന്ന, അദ്ദേഹത്തിൻ്റെ ഇമേജ് വേറൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നതായിട്ട് ഈ ജയിൽവാസത്തെ നമുക്ക് കണക്കാക്കിക്കൂടെ? അതെ, അങ്ങനെയാണ് കണക്കാക്കുക. കാരണം വേറൊരു ഒന്ന് ഈ AAP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ എന്താ പറയുക, ഒരാൾ കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ മക്കൾ ആ തരത്തിലുള്ള രീതി അവരംഗീകരിക്കുന്നതല്ല AAP എന്നുള്ള പാർട്ടി. കാരണം അവരൊരു പുതിയ പിന്നെ ആശയവും ആദർശവുമായിട്ടൊക്കെ വന്നവരാണ്. പക്ഷേ ആ പാർട്ടിയിൽ പോലും ഭാര്യയുടെ പേര് ഉയർന്നു വരികയും അതിനെ നിഷേധിക്കാത്ത നേതൃത്വം ആ പാർട്ടിയിലുണ്ടാവുകയും ചെയ്തു. കെജ്രിവാൾ നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ല. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ടില്ല. കാരണം ഇത്രയും കാലമായിട്ട് ഇപ്പം അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ മാർച്ചിലാണ്. അപ്പോൾ മാർച്ചിൽ അറസ്റ്റ് ചെയ്യുന്നു, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ജൂലൈ, ആഗസ്റ്റ് വരെ ആയി. ഇത്രയും കാലമായിട്ടും ഇദ്ദേഹത്തിനെ പിന്നെ ഇദ്ദേഹം ഇപ്പോഴും ഈ മുഖ്യമന്ത്രി എന്ന പേരിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് വിട്ടുപോയാൽ, ഈ കയ്യിൽ നിന്നുള്ള അധികാരം വിട്ടുപോയി കഴിഞ്ഞാൽ AAPയുടെ ഭാവി വളരെ അപകടത്തിലാകും എന്ന ഒരു വിശേഷണമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യാത്തത്. പക്ഷേ ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ മദ്യനയം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കേസ് തന്നെയാണ്. EDക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, തെളിവുകളുണ്ട്. ഇതിൽ 17 പ്രതികൾ, ഏറ്റവും കൂടുതൽ 17 ആണ്. അത് പിന്നെ BRS നേതാവ് ആന്ധ്രയിലെ കവിത, അതുപോലെ മനീഷ് സിസോദിയ, അദ്ദേഹത്തിൻ്റെ പിന്നെ മുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ഇപ്പം ഒരു 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആദ്യം അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്തത് സിസോദിയാണ്. അത് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കെജ്രിവാൾ അറസ്റ്റിലാവുന്നത്, ജയിലിലാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴാണ് ജാമ്യം കിട്ടിയത്, സിസോദിയയ്ക്ക്. അത് വലിയൊരു ആഘോഷമാക്കി അവർ AAP പാർട്ടി ആഘോഷിക്കുന്നുണ്ട്. വലിയ കിട്ടി, ഇതൊരു പിന്നെ ജനാധിപത്യ വിജയമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ കാര്യങ്ങൾ EDക്കുണ്ട്. കാരണം ഈ പൈസ വാങ്ങിയതും 100 കോടിയോളം രൂപ ഇതിൻ്റെ അഴിമതി നടന്നതും അതിൻ്റെ തുക വിനിയോഗവും, അതായത് ഗോവയിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ തുക വിനിയോഗിച്ചതിൻ്റെ വ്യക്തമായ രേഖകളും EDയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം, AAP എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും ഈ പിന്നെ കെജ്രിവാളിൻ്റെ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ സുപ്രീം കോടതി, ആകെ ഒരു ആശ്വാസം വരുന്നത് സുപ്രീം കോടതിയാണ് കെജ്രിവാളിന്. റോസ് അവന്യൂവിലെ കോടതി അദ്ദേഹത്തിന് എതിരായിരുന്നു. എല്ലാ കേസുകളും ഡൽഹിയിലെ റോസ് അവന്യൂവിലെ കോടതി എതിരായിരുന്നു, ഹൈക്കോടതി എതിരായിരുന്നു. എല്ലാ കേസുകളും ഹൈക്കോടതി അനുകൂലമായിട്ടുള്ള വിധിച്ചത്. പക്ഷേ സുപ്രീം കോടതി വന്നപ്പോൾ മാത്രമാണ് ആകെ ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. അതാണിപ്പോൾ പിന്നെ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കാരണം സാധാരണ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നതല്ല, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യപ്പെടാതെ ഒരു അനുഗ്രഹം കൊടുത്തത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു അനുഗ്രഹം തരുമല്ലോ, അതുപോലെയാണ് സുപ്രീം കോടതി. എനിക്ക് തോന്നുന്നു നമ്മളെ സുപ്രീം കോടതി ചരിത്രം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സുപ്രീം കോടതി ചരിത്രത്തിൽ ഒരുപക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല ആവശ്യപ്പെടാത്ത കാര്യം അനുവദിക്കുക എന്നുള്ളത്. അതാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ വിധിയിൽ കണ്ടത്. പക്ഷേ ഈ സുപ്രീം കോടതി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് പിന്നെ 2-അംഗ ബെഞ്ച്, അതായത് പിന്നെ ജസ്റ്റിസ് ഉജ്വൽ ഭൂതനും ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് കേസ് എടുത്തിരിക്കുന്നത്. 23-ാം തീയതി എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ജാമ്യം ലഭിക്കുമോ എന്ന് നോക്കാം. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇദ്ദേഹം ഇങ്ങനെ തുടർന്നു പോകുന്നത് AAP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരെ ദോഷമുണ്ടാക്കുമെന്നുള്ളത് തീർച്ച തന്നെയാണ്.